എല്ലാ സജ്ജനങ്ങൾക്കും പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും പറയുന്നത് പോലെ ഇന്ന് നമ്മൾ പറയുന്നത് നേത്ര വാജീകരണ ചൂർണം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് കണ്ണിന് ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ കഴിയുന്ന എല്ലാ ദേഹത്തിനും എല്ലാ മാന്യ വ്യക്തികൾക്കും ഇത് കണക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ശക്തി കുറഞ്ഞു വരും. അപ്പോൾ ആദ്യം ശക്തിയെ മൊത്തം പൊതുവേ നമ്മുടെ ശരീരത്തിനുള്ള ആരോഗ്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്ന കാലയളവാണ് ഒരു 45 വയസ്സ് തൊട്ടുള്ള പിന്നീടുള്ള കാലങ്ങൾ. അതിനു വേണ്ടി BP ആയുർവേദ വൈദ്യശാല ഇറക്കുന്ന ഒരു ചൂർണമാണ് നേത്ര വാജീകരണ ചൂർണം. ഈ നേത്രത്തിന് ശരീരത്തിനുമെല്ലാം വാജീകരണത ഉണ്ടാകുന്നത്, അതായത് വാജി എന്ന് പറഞ്ഞാൽ കുതിര എന്നർത്ഥം. അപ്പം കുതിരശക്തി കിട്ടാൻ പവറുള്ള ഒരു ചൂർണമാണ് ഈ നേത്ര വാജീകരണ ചൂർണം. അതായത് കാഴ്ച കുറഞ്ഞവർക്കും കണ്ണിലെ ഞരമ്പുകൾക്ക്, അതായത് ഷുഗർ രോഗം കൊണ്ട് കണ്ണിലെ ഞരമ്പുകൾക്ക് കേടുവരുന്നവർക്കും കാഴ്ച മങ്ങിപ്പോവുകയും കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു ഉത്തമ ഔഷധമാണ് ഈ നേത്ര വാജീകരണ ചൂർണം. ആ വാജീകരണ ചൂർണം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യവും ബലവും വീര്യവും ഉണ്ടാകുക തന്നതല്ല, കാഴ്ച കുറവുള്ളവർക്ക് കാഴ്ച ആ മങ്ങൽ മാറി നല്ല കാഴ്ചശക്തി ഉണ്ടാകും. അതുകൊണ്ട് ചെവിക്ക് കേൾവിക്കുറവുള്ളവർക്ക് ചെവിക്ക് കേൾവിക്കുറവ് മാറി നല്ല ശ്രവണശേഷി ഉണ്ടാകുകയും അതായത് ശബ്ദത്തിന് നല്ല ശബ്ദ മാധുര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു പൊടിയാണ് ഈ നേത്രവാജീകരണ ചൂർണം. എല്ലാവരും ഈ ആയുർവേദത്തിൻ്റെ ഓരോ ഔഷധങ്ങളും നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇതിനകത്ത് ചേരുന്ന ചില മുഖ്യ മരുന്നുകളുടെ പേര് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കുരണ പരിപ്പ് എന്ന് പറയുന്ന ഒന്നും, അതും വാജീകരണ ശേഷി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അമുക്കുരം, അടവതിയൻ കിഴങ്ങ്, പാൽമുതക്കൻ കിഴങ്ങ്, അങ്ങനെ പോകുന്നു ആ മരുന്നിൻ്റെ ലെവല്. അപ്പം അങ്ങനെയുള്ള ആ മരുന്നുകളെല്ലാം കൂടെ വാങ്ങി നമ്മുടെ അത് പിന്നെ ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് പറയുന്നത് ശതാവരിക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരിനകത്ത് ഈ പൊടിയും കൂടെ ചേർത്ത് സൂര്യസ്ഫുടം ചെയ്താണ് വറ്റിച്ചാണ് എന്നിട്ട് പിന്നീടും പൊടിച്ചെടുക്കുന്ന സൂക്ഷ്മചൂർണമാണ് ഈ നമ്മൾ പറയുന്ന ഈ നേത്രവാജീകരണ ചൂർണം. അത് നമുക്ക് ലൈംഗികശക്തിയെ ഉത്തേജനം ഉണ്ടാക്കാനും ശരീരത്തിന് എല്ലാ ആരോഗ്യവും ബലവും വീര്യവും ഉണ്ടാക്കുന്ന ഈ ചൂർണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എപ്പോഴും ഉചിതം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ ഈ മരുന്നിൻ്റെ കൂട്ട് പറഞ്ഞു തരാം. അത് നമ്മൾ ആ കൂട്ട് പറഞ്ഞിട്ട് അത് നിങ്ങളിത് കഴിച്ചിട്ട് രാവിലെ സുന്ദരമായിട്ട് രാവിലെ ഒരു സ്പൂൺ എടുത്തിട്ട് വെറും വയറ്റിൽ അത് നല്ല ശുദ്ധ തേനിനകത്ത് ചാലിച്ചത് കഴിക്കുക. വൈകിട്ട് കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കഴിച്ചാൽ കൃത്യം 15 ദിവസം കൊണ്ട് നമുക്കതിൻ്റെ അനുഭവങ്ങൾ കണ്ടു തുടങ്ങും. അപ്പം അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇത് കഴിക്കുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസത്തെ പ്രദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.